ADGP അജിത് കുമാറിനെതിരായി അതിശക്തമായ ആരോപണങ്ങൾ CPI ഉൾപ്പെടെയുള്ളവരും പൊതുജനങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോപണം പൂരം കലക്കിയതുണ്ട്. അമിത സ്വത്ത് സമ്പാദിച്ചെന്നുള്ള വിജിലൻസ് അന്വേഷണമുണ്ട്. അതുപോലെ RSS നേതാക്കളെ എന്തിന് കണ്ടു എന്നതിനെ പറ്റി അന്വേഷണം നടക്കണം. വിവിധങ്ങളായ 3 സീരിയസ് ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ആരോപണങ്ങളെപ്പറ്റി അന്വേഷണം വന്ന ശേഷം മാത്രമേ അതേപ്പറ്റി മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇതിനകത്ത് ഈ ADGPയെ മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രിക്കുള്ള ആരോപണം ശരിക്ക് കൊണ്ടു എന്നുള്ള അർത്ഥം കൂടെ അതിനകത്തുനിന്ന് വരും. അതുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു തീരുമാനം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എടുക്കുമ്പോൾ തൻ്റെ കൂടെ അല്ല തൻ്റെ ഓഫീസുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയ ADGP, അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരായിട്ടുള്ള ആരോപണം, അത് മുഖ്യമന്ത്രിക്ക് നേരെ തിരിഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലായുണ്ട്. ആ ADGPയെ അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടക്കും. അന്വേഷണം നടത്തിയ ശേഷം ആ അന്വേഷണത്തിന് റിപ്പോർട്ട് അനുസരിച്ചിരിക്കും ആളെ മാറ്റണോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് CPI പറഞ്ഞതോ അല്ലെങ്കിൽ പത്രക്കാർ പറഞ്ഞതോ അതുപോലെ രാഷ്ട്രീയ എതിർചേരിയിലുള്ളവർ പറഞ്ഞതൊന്നും മുഖ്യമന്ത്രി കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് രാഷ്ട്രീയപരമായി തന്നെ അത് നേരിടും എന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്തുന്നത് അത് മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ സാധ്യതയില്ല. അന്വേഷണം വരട്ടെ, അന്വേഷണത്തിന്റെ ആ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കട്ടെ, അതിന്റെ ഘനം എത്രയുണ്ടെന്ന് നോക്കട്ടെ. അതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം PV അൻവർ അതിശക്തമായി രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ അടുത്ത ദിവസത്തെ ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ വളരെ പ്രസക്തമാണ്. LDFിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുമോ, ആ MLA സ്ഥാനം രാജിവെക്കുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നു. അതുപോലെ തന്നെ PV അൻവറിന്റെ ആരോപണങ്ങൾ ഇനിയും പലതും വരും. ADGPയുടെ നേതൃത്വത്തിൽ പല കേസുകളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ മാമി കേസിലും അതിനടുത്തൊരു പയ്യനെ തലയ്ക്ക് വെടിവെച്ച് കൊന്ന കേസിനകത്തും ADGP ഇടപെട്ടു എന്ന്, അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് അമിതമായി പൈസ ഉണ്ടാക്കിയെന്ന്, സുജിത് ദാസ് SP-ക്കെതിരായി ഉള്ള ആരോപണങ്ങൾ, ഇങ്ങനെ പലതിൻ്റെയും വ്യത്യസ്തമായ രീതിയിലുള്ള അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പം ഈ ആരോപണങ്ങൾ അവിടെ നിൽക്കും. ആ പൊളിറ്റിക്കലായിട്ട് മന്ത്രിസഭയ്ക്ക് ഏൽക്കുന്ന പ്രഹരം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ADGPയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.